ആയിക്കേ ഈ വണ്ടി എന്തൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടാണ് വന്നേ? ഇത് ഒരു പവർ ഡ്രോപ്പായിട്ടാണ് വന്നത്. പവർ ഡ്രോപ്പ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പവർ ഡ്രോപ്പ് മിസ്സിംഗ് ആയിരുന്നു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ പാർട്സ് എന്തൊക്കെ വർക്ക് ചെയ്തു? പവർ പാർട്സ് കുറച്ച് സാധനങ്ങൾ അറിയുള്ളൂ. പെർഫോമൻസ് ആയിട്ട് വന്നത് അതെന്തൊക്കെ സാധനങ്ങളാണ്? അത് ഒന്ന് ഇഗ്നിഷൻ കോയിൽ, HT കോയിൽ. HT കോയിൽ എന്താ മാറാൻ കാര്യം? HT കോയിൽ മാറാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കിലോമീറ്ററും കറണ്ടും ഉണ്ട്. കറണ്ട് കുറവായിരുന്നു. ഓക്കെ. പിന്നെ ബാക്കിയുള്ള പാർട്സ്? ബാക്കിയുള്ളത് ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്തപ്പോൾ അഴുക്കാണിക്കാണ്. ത്രോട്ടിൽ ബോഡി എന്നുള്ള അഴുക്കാണത്? ത്രോട്ടിൽ ബോഡി പമ്പ് വെച്ചപ്പോൾ അഴുക്കാണിക്കാണ്. ഓക്കെ. ഫ്യൂവൽ ഫിൽറ്ററാണ് ഇതല്ലേ? അപ്പോൾ ഇത്രയും പാർട്സ് മാറിക്കഴിഞ്ഞാൽ വണ്ടിയുടെ പിക്കപ്പും കാര്യങ്ങളൊക്കെ റിട്ടേൺ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉറപ്പായിട്ടും വരും. ഓക്കെ. പിന്നെ ഈ വണ്ടിയുടെ ഐഡിലിംഗ് പ്രശ്നം പറഞ്ഞിരുന്നു കസ്റ്റമർ, അത് റെഡിയായി? അത് റെഡിയായിരുന്നു, സെറ്റായിട്ടുണ്ട്. ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യുമ്പോൾ ഇഞ്ചക്ടർ ക്ലീൻ ചെയ്യുമ്പോൾ സെറ്റാവും. എന്നിട്ട് എന്തെങ്കിലും ഡാമേജ് ഉള്ള സാധനങ്ങളുണ്ടെങ്കിൽ മാത്രം റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലേ? ഈ വണ്ടിയിൽ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ നമുക്ക്? ഇതിനകത്ത് OBD ചെക്കപ്പ് ചെയ്യാനുണ്ട്. മെയിനായിട്ട് OBD ചെക്കപ്പ് ചെയ്യണം എന്തിനു വേണ്ടിയിട്ടാണ്? കംപ്ലൈൻറ്റുകൾ കൂടുതൽ അതിനകത്താണ് അറിയാൻ പറ്റും. ഈ ഡാറ്റ സ്ക്രീൻ ചെയ്യുമ്പോഴൊക്കെ ഇതിലെ സെൻസറുകളുടെ വർക്കിംഗ്, ബാറ്ററി സിസ്റ്റം വോൾട്ടേജ് എല്ലാം കാണിക്കും. ഓക്കെ. FI ഈ ഫ്യൂവൽ ഇഞ്ചക്ഷൻ വണ്ടികൾ നമ്മൾ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ഈ OBD ടൂൾ. ഓക്കെ. അപ്പം നമ്മളുടെ പ്രേക്ഷകർക്ക് ഇതുപോലുള്ള അറിവുകൾ ഇനിയും കൊടുക്കാമല്ലോ വണ്ടികളെ കുറിച്ചുള്ളൂ. അത് കാണാനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ടാൽ പോരെ. ഓക്കെ. അപ്പോൾ അടുത്തൊരു വണ്ടിയുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇതുപോലത്തെ വർക്കൊക്കെ ചെയ്യാനാണെങ്കിൽ നമ്മുടെ ഗ്യാരേജിലോട്ട് കൊണ്ടുവന്നാൽ അല്ലേ? ഫ്യൂവൽ ഇഞ്ചക്ഷൻ എല്ലാ വണ്ടിയും ചെയ്യാമല്ലേ? കാർബറേറ്റർ വണ്ടിയും ചെയ്യാമല്ലോ? ചെയ്യാം.